ഈ എക്സിറ്റ് പോളുകളുടെ ഫലപ്രവചനത്തെ ഏതാണ്ട് ശരിവെക്കുന്ന അല്ലെങ്കിൽ എക്സിറ്റ് പോൾ പ്രവചനത്തിനേക്കാൾ അധികമാണ് ഇപ്പോൾ NDAയുടെ പ്രകടനം. BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരിക്കുന്നു. BJP ഇനിയും നില മെച്ചപ്പെടുത്താൻ സാധ്യതയുണ്ടോ? ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ടുള്ള ഒരു ഈ മഗധ സംസാരിക്കൂ. ഈ മഗധ ഭോജ്പൂർ മേഖലയിൽ ഒരു ബലാബലം എന്ന രീതിയിലായിരുന്നു നേരത്തെ നമുക്ക് വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് NDA മുന്നോട്ട് മഗധ ഭോജ്പൂർ മേഖലയിൽ പോലും അവർ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു LJP ഒഴികെയുള്ള പാർട്ടികൾ, അതായത് പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളും BJPയും JDUവും വലിയ തരത്തിലുള്ള ഒരു കുതിപ്പ് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും നമുക്ക് ഈ നിതീഷ് കുമാറിന്റെ ഈ NDA സഖ്യം 142-ലെത്തുമ്പോൾ പോലും തേജസ്വി യാദവിന്റെ പാർട്ടി വലിയ തരത്തിൽ ഒരു അവർക്ക് ആ ഒരു ഒപ്പം എത്താൻ കഴിയുന്നില്ല. 72-82 എന്ന തരത്തിൽ മാത്രമാണ് അവർക്ക് നിൽക്കാൻ കഴിയുന്നത്. പക്ഷെ അപ്പോൾ പോലും RJDക്കാണ് ഇതിൽ 64 സീറ്റുകളും നേടിയിരിക്കുന്നത്. RJD ആണ് എന്നുള്ള 66 സീറ്റ് RJD തന്നെയാണ് നേടിയിരിക്കുന്നത്. കോൺഗ്രസിന് 11 സീറ്റിൽ മാത്രമാണ് ഒരു മേൽക്കൈ ഉണ്ടാവുന്നത്. അതുകൊണ്ട് RJD ഇപ്പോൾ 144 സീറ്റിൽ മത്സരിച്ച RJD ആണ് 66 സീറ്റ് എന്ന തരത്തിലേക്ക് ലീഡ് നേടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ 62 സീറ്റിൽ മത്സരിച്ചിരുന്ന കോൺഗ്രസ് 11 സീറ്റിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും ഒരു നിരാശാജനകമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് CPI-ML ആണ്. അവർക്ക് ഒരു 3 സീറ്റിൽ മാത്രമാണ് അവർക്ക് ലീഡ് നിർത്താൻ പറ്റുന്നത്. ഉപമുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചിട്ട് പോലും VIP എന്ന പാർട്ടിക്ക് കേവലം 1 സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യാൻ കഴിയുന്നത്. CPIയും CPMും താരതമ്യം ചെയ്യുമ്പോൾ CPMനേക്കാൾ വലിയ പാർട്ടിയാണ് CPI. പക്ഷേ അവർക്കും ഒരു സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യാൻ കഴിയുന്നത്. CPMന് 1 സീറ്റിൽ പോലും ലീഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നൊരു കാഴ്ചയാണ് നമുക്ക് ഇന്ത്യ സഖ്യത്തിൽ ബീഹാറിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അതേപോലെ തന്നെ BJPയിലേക്ക് എത്തുകയാണെങ്കിൽ BJP സഖ്യത്തിൽ 82 സീറ്റിൽ ലീഡ് ചെയ്യാൻ അവിടെ BJPക്ക് കഴിയുന്നുണ്ട്. മാത്രമല്ല JDUവിനാണെങ്കിൽ തൊട്ടു പിന്നാലെ 64 സീറ്റ് എന്ന ലീഡിലേക്ക് എത്തുകയാണ്. LJP 7 സീറ്റ് മാത്രമാണ് അവർക്ക് ലീഡ് ചെയ്യാൻ കഴിയുന്നത്. HAM ജിതിൻ റാം മഞ്ചിയുടെ പാർട്ടി 2 സീറ്റിൽ മാത്രമാണ് ലീഡ്. RLM 0 അവർക്ക് അധികം ലീഡ് 1 സീറ്റ് പോലും ലീഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് കാണുന്നത്. ഇതിൽ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ JDU പറഞ്ഞിരുന്നത് 2010 JDU നേടിയ പോലത്തെ തന്നെ വലിയൊരു വിജയമാണ് JDUവിനെ കാത്തിരിക്കുന്നതെന്നാണ്. പക്ഷേ JDUവിന് നില മെച്ചപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് JDUവിൻ്റെ ക്യാമ്പിൽ വലിയ ആഹ്ലാദത്തിനിടയാക്കിയിരിക്കുന്നത്. കാര്യം കഴിഞ്ഞ തവണ ഒപ്പത്തിനൊപ്പം എന്ന രീതിയിൽ എങ്കിലും BJPയുമായി പിടിക്കാൻ കഴിയും എന്നാണ് JDU കരുതിയിരുന്നത്. പക്ഷേ വലിയ തരത്തിലുള്ള ഒരു വോട്ട് വീഴ്ചയാണ്, ഒരു മട വീഴുന്ന പോലെ വീഴ്ചയാണ് കഴിഞ്ഞ തവണ JDUവിനുണ്ടായത്. കേവലം 43 സീറ്റിലാണ് ഒന്നാമനായി നിന്നിരുന്ന പാർട്ടി തകർന്ന് തരിപ്പണമായി താഴെ വീണുപോയത്. പക്ഷേ എങ്കിൽ പോലും BJPയുടെ ചിറകിലേറിയാണ് അവർ അധികാരം പിടിച്ചത്. പക്ഷേ ഇപ്പോൾ ആ ഒരു തകർച്ചയിൽ നിന്നും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു. ആ 43 സീറ്റിൽ നിന്നും ലീഡ് നില 65ലേക്ക് വർദ്ധിപ്പിക്കാൻ JDUവിന് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ NDAക്ക് ഒരു ആശ്വാസം നൽകാൻ കഴിയുന്നത്. BJP 82 സീറ്റിലേക്ക് പിടിക്കുമ്പോൾ തന്നെ JDU അതിന് തൊട്ടു പിന്നാലെ 65 സീറ്റിലേക്ക് അവർക്ക് ഒരു സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടിയായി JDUവിന് നിലനിർത്താൻ പറ്റുന്നു. പക്ഷേ അവിടെ പോലും ഇന്ത്യ സഖ്യത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ 65 സീറ്റ് നേടി RJD മുന്നോട്ട് പോയി കഴിയുമ്പോൾ അതിലെ 11 സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് ലീഡ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത. ശരി, എന്തായാലും എക്സിറ്റ് പോൾ ഫലങ്ങളെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള ഫലസൂചനകൾ പുറത്തു വരുന്നു. ഒരുപക്ഷെ NDA സഖ്യം ബീഹാറിൽ ഇതുവരെ നേടിയിട്ടുള്ളതിൽ ഏറ്റവും തിളക്കമാർന്ന വിജയത്തിലേക്ക് അവർ പോവുകയാണ്. 158 സീറ്റുകളിൽ ഇപ്പോൾ NDA ലീഡ് ചെയ്യുകയാണ്. കേവലം 79 സീറ്റുകളിലേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റ് നില പരിമിതപ്പെട്ടിരിക്കുന്നു. മറ്റുള്ള കക്ഷികൾ കേവലം 6 സീറ്റിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. കേവല ഭൂരിപക്ഷത്തിലേക്ക് NDA സഖ്യം മുന്നോട്ട് പോവുക എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP രംഗത്ത് വരുന്നു. BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുന്നു. അതായത് നിതീഷ് കുമാറിനെ കൂടി അതിജയിക്കുന്ന, നിതീഷ് കുമാറിന് ഇനി അധികം വിലപേശലിന് സാധ്യതയില്ലാത്ത തരത്തിൽ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിരിക്കുന്നു. അടുത്ത ബീഹാർ മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യത്തിൽ നിതീഷിന് എന്തെങ്കിലും ക്ലെയിം വയ്ക്കാൻ കഴിയാത്ത രീതിയിൽ BJPക്ക് ബീഹാർ കൂടി അവരുടെ യൂണിവേഴ്സിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നു. BJP യൂണിവേഴ്സിലേക്ക് ബീഹാറിനെ കൂടി കൊണ്ടുവരുന്നു. അതായത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും മഹാരാഷ്ട്രയിലും എല്ലാം
എങ്ങനെയാണോ BJP മുഖ്യമന്ത്രിമാർ പ്രവർത്തിക്കുന്നത് അതുപോലെ ഒരു മുഖ്യമന്ത്രിയെ ബീഹാറിന് നൽകാൻ BJP ദേശീയ നേതൃത്വത്തിന് ഈ ഫലസൂചനകൾ പ്രകാരം സാധിക്കും. നിതീഷ് കുമാറിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിന് ഇനി വഴങ്ങേണ്ടി വരില്ല. അതല്ല, നിതീഷ് ഈ ഫലസൂചനകളിൽ നിന്ന് ഇനിയും തന്റെ കുർസി രാഷ്ട്രീയം പുറത്തെടുക്കുമോ, കേന്ദ്ര സർക്കാരിനുള്ള തന്റെ പിന്തുണയിൽ ഏതെങ്കിലും തരത്തിലുള്ള ചാഞ്ചാട്ടം ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളും പ്രവചനാതീതമാണ്. കാരണം നിതീഷ് കുമാറാണ് നേതാവ്. JDU-വിന്റെ മുൻകാല ചരിത്രം, നിതീഷിന്റെ മുൻകാല ചരിത്രം അതെല്ലാം ശരിവെക്കുന്നുണ്ട്.